ബി.ജെ.പിക്ക് കേരളത്തിൽ വേര് പിടിക്കണമെങ്കിൽ ഹിന്ദു വോട്ടുകൾ, അതായത് നിലവിൽ ബി.ജെ.പിക്ക് പോൾ ചെയ്യുന്ന ഹിന്ദു വോട്ടുകൾക്കുപരിയായിട്ട് അവശേഷിക്കുന്ന ഹിന്ദു വോട്ടുകളും പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു 35% വരുന്ന ഹിന്ദുക്കളുടെ പിന്തുണ നിലവിൽ ബി.ജെ.പിക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ആ രീതിയിലുള്ള ഒരു വിലയിരുത്തലിലേക്ക് പോകേണ്ടി വരും. അപ്പം ബാക്കിയുള്ള CPM-നൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്ന വലിയൊരു വിഭാഗം ഹിന്ദുക്കളെ കൂടി തങ്ങളുടെ ഫോൾഡിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ബി.ജെ.പിക്ക് വമ്പൻ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. കാരണം കേരളത്തിൻ്റെ ഒരു ഡെമോഗ്രഫി വെച്ച് ഒരു 50-52% ഹിന്ദു ജനസംഖ്യയുള്ളൂ. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഈ ന്യൂനപക്ഷ ഏകീകരണം അല്ലെങ്കിൽ ന്യൂനപക്ഷ സ്വാധീനമുള്ള, അമിതമായിട്ട് ന്യൂനപക്ഷങ്ങൾ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഡിസൈസീവായിട്ടുള്ള റോളുള്ള മണ്ഡലങ്ങളുടെ എണ്ണം ഒരു 50 മണ്ഡലങ്ങൾ വരെ വരുള്ളൂ. ബാക്കി വരുന്ന ഏറ്റവും ചുരുങ്ങിയത് ഒരു 80 മണ്ഡലങ്ങളെങ്കിലും കൃത്യമായി തന്നെ ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് നിർണായക സ്വാധീനമുള്ള, ആര് ജയിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ജനസംഖ്യ നോക്കുകയാണെങ്കിൽ തന്നെ കേരളത്തിലെ 14 ജില്ലകളിൽ 13 ജില്ലകളും ഹിന്ദു ഭൂരിപക്ഷമാണ്. അതിലിപ്പം ഇടുക്കി, കോട്ടയം ഉൾപ്പെടെയുള്ള, എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ചെറിയ ഭൂരിപക്ഷമായി ഹിന്ദുക്കൾക്കുള്ളൂ. മലപ്പുറത്ത് ന്യൂനപക്ഷമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഹിന്ദു ജനസംഖ്യ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരന്നു കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് അവരുടേതായുള്ള സ്വാധീന മേഖലകൾ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുത CPM-നൊപ്പമുള്ള ഹിന്ദു വോട്ടുകളെ ഇങ്ങോട്ട് ആകർഷിക്കുക, പ്രത്യേകിച്ച് ഇടവരുൾപ്പെടെയുള്ള വിഭാഗക്കാരെ അല്ലെങ്കിൽ മറ്റ് പിന്നാക്ക വിഭാഗക്കാരെയും ദളിതരെയൊക്കെ ബി.ജെ.പിയുടെ ഫോൾഡിലേക്ക് കൊണ്ടുവരിക. ഉത്തരേന്ത്യൻ മാതൃകയിൽ ആ രീതിയിലുള്ള ഒരു പ്രോസസ്സ് ബി.ജെ.പി നടത്തുകയാണ് വേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പം രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം നല്ല രീതിയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഭാരവാഹികളെ തിരഞ്ഞെടുത്തതിലും പ്രഖ്യാപിച്ചതിലൊക്കെ ഒരു പിന്നോക്ക പ്രാതിനിധ്യം വേണ്ടത്ര രീതിയിലില്ല എന്നുള്ളൊരു ആരോപണമൊക്കെ പാർട്ടിക്കിടയിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ ഒരു കറക്റ്റീവ് മെഷേഴ്സുമായിട്ട് ബി.ജെ.പി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. എന്നാൽ മാത്രമേ ഉള്ളൂ റിയലിസ്റ്റിക്കലി ബി.ജെ.പിക്ക് ഒരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു വിലയിരുത്തൽ വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്.